ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ രാജ്കുമാർ കൂടി. രാജ്കുമാറാണ് കൊല്ലത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാജ്കുമാർ, എന്തൊക്കെയാണ് കലാശക്കൊട്ടിന്റെ വിശേഷങ്ങൾ? ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടില്ലേ? ഈ കൊല്ലം ജില്ല പൊതുവെ ഇടതുപക്ഷ കോട്ടയാണ്. ആ കോട്ട നിലനിർത്തുമെന്നുള്ള ഉറക്ക പ്രഖ്യാപനം മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരു റിഹേഴ്സലായിരുന്നു. പല സ്ഥലങ്ങളിലും കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്നത് പോലെയുള്ള ഇടതുമുന്നണി പ്രവർത്തകരുടെ ഒരു ആവേശവും പ്രാതിനിധ്യവും അക്ഷരാർത്ഥത്തിൽ ആ ഇടതുപക്ഷത്ത് വൻ ആത്മവിശ്വാസം ഇപ്പോൾ പകർന്നിട്ടുണ്ട്. UDF കോട്ടയിൽ മ്ലാനതയാണ് പല സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടത്. BJPക്ക് നാമമാത്രമായി വൻതോതിൽ അവർ പണമൊഴുക്കിയെങ്കിലും മ്ലാനത അവിടെയും പ്രകടമായിരുന്നു. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ച് ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാൻ പോകുന്നില്ല. കൊല്ലം കോർപ്പറേഷനിലെ 56 ഡിവിഷനിലും അതിശക്തമായിട്ടുള്ള ഓരോ ഡിവിഷൻ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ കലാശക്കൊട്ട് നടന്നു. അതുപോലെ 5 മുനിസിപ്പാലിറ്റികളിൽ 71ഓളം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ 27 ഡിവിഷൻ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള കലാശക്കൊട്ടിനാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചത്.